നമ്മൾ കുഞ്ഞുനാളെ കണ്ടോട്ട് ആരായിരിക്കും അത് ഞാൻ കുഞ്ഞുനാളെ കണ്ടോട്ട് എൻ്റെ വീട്ടിൽ കണ്ടുകൊടുന്ന ഞാൻ അദ്ദേഹത്തെ ഫാൻ ബോയാണ്, ഓപ്പണായിട്ട് പറയല്ലോ. മമ്മൂക്ക എൻ്റെ അമ്മാവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സിനിമ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇരിക്കാം, അല്ല ഒരു സീറ്റ് കിട്ടുമായിരിക്കും സംസാരിക്കാൻ. ബാക്കി നമ്മളല്ലേ തെളിയിക്കേണ്ടത്, നമ്മൾ സ്വയം തെളിയിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, അല്ലെ പ്രേക്ഷകർ അംഗീകരിക്കണം, അദ്ദേഹത്തിന് പേര് ദോഷം ഉണ്ടാക്കരുത്. ഒരുപാട് പ്രയാസമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീൽസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് സിനിമയിൽ. അത് ഭയങ്കര സംഭവം. എനിക്ക് റീൽസ് ചെയ്യാനോ ഈ പരിപാടിയൊന്നും നടക്കുന്നില്ല. നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും. ഞാൻ ഓഡിഷന് പോലും എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. നമ്മുടെ തറവാട്ടിലെല്ലാവരും കൂടും. മക്ബൂലാണേലും ദുൽഖർ ആണേലും ഞങ്ങൾ വേറെ കുറേ കസിൻസ് ഉണ്ട്. സിനിമയിൽ ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. അവരെല്ലാവരും വേറെ പ്രൊഫഷനിലേക്ക് പോയി. കുട്ടികൾ ഞങ്ങൾ മൂന്നൊരു അലമ്പരം, എല്ലാവരും അലമ്പരം. പിള്ളേരുണ്ട്. ഞങ്ങൾ മരത്തേക്ക് കയറും, പുളി പറിക്കാൻ കയറും, കുളത്തിൽ നീന്തും, അഭിനയിക്കും, കളനും പോലീസും പരിപാടികളൊക്കെ ചെയ്യും. അടിപൊളി കുക്കാണോ? അടിപൊളി കുക്കല്ല, കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വട്ടങ്ങ മാറി. ഉള്ളി അരിയല് പരിപാടി, ഉള്ളിക്കത്ത് ചേർത്ത് ദേഷ്യം. ഹലോ, ദി കേസ് ഡയറി എന്ന് പറയുന്ന മൂവി വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നു അഷ്കർ. വെൽക്കം ടു മൈ ഷോ. യെസ്, അപ്പൊ ഏറ്റവും പുതിയ വിശേഷം ദ കേസ് ഡയറി. പറയൂ, എന്താണ് ആ കേസ് ഡയറിയിലുള്ളത്? ദി കേസ് ഡയറി എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ റിലീസാണ്. 21 റിലീസ്. ദിലീപ് നാരായണൻ സംവിധാനം ചെയ്യുന്നു. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ നാസർ, ബെൻസി പ്രൊഡക്ഷൻ, അക്ബർ ട്രാവൽസിൻ്റെ ഓണറാണ്. അദ്ദേഹമാണ്. എൻ്റെ ഇപ്പോൾ 4ാമത്തെ മൂവിയാണ്, 5ാമത്തെ. എനിക്ക് തന്നെ അറിയത്തില്ല 5ാമത്തെ മൂവിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി എന്നല്ല, നമുക്കൊരു മൂവി ചെയ്യുമ്പോൾ ഞാൻ വ്യക്തി മാത്രമല്ലല്ലോ, ഒരു 100-120 പേര് അതിൽ ഒരു ജോലി കിട്ടുവാണല്ലോ എല്ലാവർക്കും. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പിന്നെ പി സുകുമാർ സാറാണ് ക്യാമറമാൻ. അതിൽ കൂടുതൽ അർത്ഥമാണ്. എത്രയോ വലിയ സൂപ്പർ സ്റ്റാറുകൾ, വലിയ സൂപ്പർ സ്റ്റാറുകൾ, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറ ചലഞ്ചിലൂടെ നമ്മുടെ ഷോർട്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ടി ഒരു സംഭവം ചെയ്തു വരും. അത് വലിയ സംഭവമാണ്. അതാണ് കേസ് ഡയറി. പിന്നെ അത് സസ്പെൻസ് ത്രില്ലറാണ്, ക്രൈം സ്റ്റോറിയാണ്. അതിൽ ക്രൈം സ്റ്റോറി എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഫുൾ ക്രൈം ആണെന്ന് ഓർക്കും. അതല്ല, അതിനകത്ത് സോങ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്. അതിലൂടെ ഈ കഥാപാത്രത്തിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ക്രൈം സ്റ്റോറിയോ ആണ്. ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പം ഏറ്റവും കൂടുതൽ ഒരു രസം തോന്നിയത് ആ ഫാക്ടർ ഇത് തന്നെയായിരിക്കും. ഇത് 2 കാലഘട്ടത്തിൽ എഴുതപ്പെടാം. എൻ്റെ ഈ ലുക്കല്ല, വേറെ ലുക്ക്. സസ്പെൻസ്, അതും പറയാൻ പറ്റത്തില്ല. ഞാൻ പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. അതിന് മുമ്പുള്ള ക്യാരക്ടർ വേറെ ഉണ്ട്. രണ്ട് വ്യത്യസ്തമായ കഥാപാത്രം. പിന്നെ രാഹുൽ മാധവ് ഉണ്ട്. അദ്ദേഹത്തിനും അതും കുറെ ചേഞ്ചസ് വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. ഒരു 1.5 ഇയർ ടൈം എടുത്തു. അപ്പം അതിന് ക്യാരക്ടർ കഥാപാത്രങ്ങൾ എല്ലാവരും ബോഡി കുറയ്ക്കണം, ചിലർ ബോഡി കൂട്ടണം. അതെല്ലാം ഒന്ന് കണ്ടന്റായിട്ട് കറക്റ്റായിട്ട് വന്നു എന്നുള്ളതാണ്. ആക്കിയെടുത്തു എല്ലാം. അങ്ങനെ വന്നൊരു മൂവിയാണ് കേസ് ഡയറി. നൈസ്. അപ്പം അതിന് പോസ്റ്ററിലും വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ നമ്മൾ കണ്ടു. അപ്പം എങ്ങനെയാണ് ഇപ്പം നാഷണൽ അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സിനിമയായിരിക്കും അല്ലേ ഇത്? തീർച്ചയായും. വിജയരാഘവൻ ചേട്ടനോട്, കുട്ടേട്ടനോട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. എൻ്റെ ഫാദറായിട്ടാണ്, ഓപ്പണായിട്ട് ഫാദറായിട്ട് അഭിനയിക്കുന്നത്. നമുക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തരികയും നമുക്ക് എങ്ങനെ മൂവ്മെൻറ്റ്സ് വരും. കാരണം എന്നേക്കാൾ എത്രയോ സീനിയറാണ്. ഞാൻ തുടക്കക്കാരനാണെങ്കിലും ഞാൻ കുറേ പടങ്ങളിൽ ചെയ്തെങ്കിലും അവരെ ലെവലിൽ നിൽക്കുന്ന അദ്ദേഹം നമ്മൾ ഇന്ന ആളാണല്ലേ, ഇങ്ങനെ നിൽക്കുന്നതല്ല, എന്നോട് മാത്രമല്ല എല്ലാവർക്കും ടിപ്സ് പറഞ്ഞു കൊടുക്കുക. അല്ലെ ഇങ്ങനെ വേണം, അല്ലെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ മൂവ്മെൻറ്റ്സ് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ. ഒരുപാട് നമുക്കൊരു ടിപ്സ് പറയുകയും നമ്മൾ ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ, ഇങ്ങനെ നീ ചിരിക്കുക അല്ലെങ്കിൽ നീ നിൽക്കുക. അതുപോലെ നമ്മുടെ ക്യാമറമാനും. അപ്പൊ ചേട്ടൻ ഈ മറ്റേ ഒരു സ്ക്രിപ്റ്റ് കേട്ടു അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒക്കെ ഇതാണെന്ന് പറയുമ്പോൾ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചേട്ടൻ എടുക്കാറുണ്ടോ, അതോ ഒക്കെ അവിടെ ചെന്നിട്ട് എന്നുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പടത്തിന് വേണ്ടി ബോഡി കുറിച്ചിരുന്നു. പോലീസ് ഓഫീസറാണ്. നമ്മുടെ പോലീസ് യൂണിഫോം ഞാൻ ആദ്യമായിട്ട് ഇടുക. അതിൻ്റെ വേറെ എൻ്റെ കൂടെ അഭിനയിച്ച രാഹുൽ മാധവ് ആണെങ്കിലും ഗോകുലാണേലും
അവർ രണ്ടുപേരും നേരത്തെ ഒരു വിജയൻ ചേട്ടൻ അവരൊക്കെ നേരത്തെ പോലീസ് യൂണിഫോം. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോലീസ് യൂണിഫോം ഇട്ടിട്ട് അഭിനയിക്കുന്നൊരു പാഠം. എങ്ങനെ ഉണ്ടായിരുന്നു ആ യൂണിഫോം കയറുമ്പോൾ നമുക്ക് പ്രേതം കയറി പോലെ എല്ലാ അനീതിക്കെതിരെ ഞാൻ അങ്ങനെ ആരും മൂഡ് വരും. അത് വരും നമ്മുടെ ഒരു ജോലി. നിങ്ങളിപ്പം എഫ്എമ്മിൽ നിൽക്കുമ്പോൾ ആ ഒരു വൈബ് വരത്തില്ല. അതുപോലെ എല്ലാ ജോലിയും നമ്മുടെ യൂണിഫോം കയറുമ്പോഴല്ലേ നമുക്ക്. നമ്മുടെ വീട്ടിൽ മുണ്ടും ഷർട്ടും എടുക്കും, വേറെ മറ്റേ കർഷക പരിപാടി ലോക്കല് യൂണിഫോം ഇടുമ്പോൾ അത് വേറെ, നിങ്ങളുടെ ആർജി പരിപാടിക്ക് വേറെ. അങ്ങനെ എല്ലാ യൂണിഫോം നമ്മുടെ ഡ്രസ്സിങ്ങിൽ കയറുമ്പോൾ, നമ്മുടെ ജോലി കയറുമ്പോൾ അത് വേറൊരു വൈബ്. അതെ. അപ്പൊ ഈ ഫസ്റ്റ് ഈ ഒരു പോലീസ് വേഷം ആണെന്ന് പറഞ്ഞോട് ചോദിക്കുകയാണ്, ഈ പോലീസ് വേഷം ചെയ്യണം എന്ന് അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ പണ്ട്? എൻ്റെ ഫാദറിനുണ്ടായെന്ന് തോന്നുന്നു. എൻ്റെ കുഞ്ഞിലെ ഒരു 6-7 ഇയേഴ്സ് ടൈമിൽ അദ്ദേഹം എന്നെ പോലീസ് യൂണിഫോം ഇട്ടിട്ട് അദ്ദേഹം ബോംബെയിൽ ഫ്ലൈറ്റിൽ കയറ്റി എന്നെ എന്നെ അദ്ദേഹം ഇത് കാണാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് പറഞ്ഞ് എനിക്ക് പോലീസ് യൂണിഫോം ഇട്ട് ക്യാപ്പൊക്കെ വെച്ചിട്ട് ഞാൻ എനിക്ക് എനിക്കൊന്നും ആരും ചെയ്തിട്ടില്ലായിരിക്കും. ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ട് കുഞ്ഞിലെ എന്നെ പോലീസ് യൂണിഫോം ഇട്ടിട്ട് ഫ്ലൈറ്റിൽ എത്തിച്ചിട്ട് പുള്ളി കാണണം അദ്ദേഹത്തെ. അത് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റിൽ കയറ്റി മുംബൈയിൽ എത്തിച്ച് എന്നെ കാണിച്ചു. പുള്ളിക്ക് അത് സന്തോഷം. പുള്ളിയുടെ ആഗ്രഹമായിരിക്കാം. അത് ഭയങ്കര സംഭവം. അത് ആരും ചെയ്തിട്ടില്ല. എനിക്ക് കയറുമ്പോൾ അറിയത്തില്ല, എല്ലാവർക്കും അത്ഭുതമല്ലേ. എല്ലാവരും കുഞ്ഞിന് പോലീസ് ക്യാപ്പൊക്കെ വെച്ചിട്ട് ഒരു കൊച്ചു പോയി ഡ്രാമ എന്ത് പരിപാടി. ആ പുള്ളിയുടെ ആഗ്രഹം പോലെ അത് കംഫർട്ടായിട്ട് ചെയ്തു. നമ്മൾ പടത്തിൽ വന്ന് പുള്ളിയുടെ ആഗ്രഹമായിരുന്നായിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു വേഷം കിട്ടിയെന്ന് പറഞ്ഞപ്പോ സംസാരിച്ചിരുന്നോ? അപ്പൊ എന്താ പറഞ്ഞേ? ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കും. എല്ലാവർക്കും മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ലേ, ഹാപ്പിയല്ലേ, നല്ല നല്ല കാര്യങ്ങൾ. ഇപ്പൊ ചേട്ടന്റെ ഒരു വർക്ക് കാണുമ്പം ഏറ്റവും കൂടുതൽ ചേട്ടനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളാരായിരിക്കും? അമ്മയായിരിക്കും. ആണല്ലേ? അമ്മ പറഞ്ഞിട്ടുള്ളതിൽ അത് ശരിയാണല്ലോ എന്ന് തോന്നിയിട്ടുള്ള നിനക്ക് പണിയൊന്നും ഇല്ലടാ, നീ എന്താ ഈ സിനിമ മാത്രം നോക്കി എന്തെങ്കിലും വേറെ പണി എന്ത് ചെയ്യും? ഞാൻ അടുത്ത് എന്താണ് നിന്റെ പടങ്ങൾ നീ ചെയ്യുന്നുണ്ട്, എന്താണ് അടുത്ത പടം എപ്പോഴാണ്, നീ എന്താണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്? പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. അടുത്ത ഏതാ പടം, എന്താണ് നീ ഇങ്ങനെ മുന്നോട്ട് പോകും? പുള്ളിക്ക് ടെൻഷൻ. എൻ്റെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. ഇപ്പൊ ഈ സിനിമ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സിനിമ കുടുംബത്തിൽ നിന്ന് വരുമ്പം എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള പൊതുവെ ഇപ്പൊ ഒരു ഭക്ഷണം, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ചിലപ്പോൾ സിനിമാ കഥകളായിരിക്കും സംസാരിക്കുക. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഒരു? ഞങ്ങള് എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് മമ്മൂക്കായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ എല്ലാവരും സിനിമാ കാര്യങ്ങളും പറയും, പിന്നെ കുടുംബകാര്യങ്ങളും പറയും. ഏറ്റവും ഹൈലൈറ്റ് സിനിമാ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ അഭിനയം ഇങ്ങനെയായിരുന്നു, അല്ലെ നിന്റെ അഭിനയം ഇങ്ങനെ പോരാ, നീ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരു നമുക്ക് എല്ലാവരും ഫ്രീഡം കിട്ടുന്ന സമയമല്ലേ. ഒരു ഫാമിലി ഒരു എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ എല്ലാവരും ഒന്നും കൂടി കാണുന്നതല്ല. അതിൻ്റെ ഇടയ്ക്ക് സിനിമ ചർച്ചകളില്ല, ഫാമിലിയിൽ അധികം സിനിമ ചർച്ച. പിന്നെ ഏതാണ് നമ്മൾ ചെറുതായിട്ട് ചോദിക്കുള്ളല്ലോ, ഫുൾ ടൈം അങ്ങനെ ആരോടും കഥ ചോദിക്കലോ എന്താണ് ചെയ്യുന്നത്. ഹാപ്പി ആയിരിക്കുന്നു, ഫാമിലി ആയിട്ട് ഹാപ്പി ആയിരിക്കുന്നു, അത്ര മതി. അതെ. ചെറുപ്പം മുതലേ ഈ ചേട്ടൻ ഇങ്ങനെ ഒരു സിനിമ ഒരു മോഹം ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുഞ്ഞുനാളെ കണ്ടോട്ട് ആരായിരിക്കും അത് ഞാൻ കുഞ്ഞുനാളെ കണ്ടോട്ട് എൻ്റെ വീട്ടിൽ കണ്ടുകൊടുന്ന ഞാൻ അദ്ദേഹത്തിന് ഫാൻ ബോയാണ്, ഓപ്പണായിട്ട് പറയല്ലോ, നമുക്കതിൽ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഫാൻ ബോയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് അമ്മ പറഞ്ഞപ്പം ഇത് നിൻ്റെ മാമിച്ചയാണ്. അപ്പോഴേ നമുക്ക് ഓർമ്മ വെച്ചാൽ അത് മാമിച്ചയുടെ സിനിമകളാണ്. മറ്റേ സ്ഫോടനം, മറ്റേ ആവനാടി, ഇൻസ്പെക്ടർ പെട്ടോ, ഇതൊക്കെ കണ്ടിങ്ങനെ തരിച്ചിരിക്കലും. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പടങ്ങൾ, വാത്സല്യം, മറ്റേ സുഹൃതം, ഇങ്ങനെ കുറേ പടങ്ങൾ. പക്ഷെ അത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആരാധനയാണ്. മോഹൻലാൽ, നമ്മൾ അത് മോഹൻലാൽ, ലാലേട്ടൻ, ജയറാമേട്ടൻ, സുരേഷ് ഗോപി സാർ, കമലഹാസൻ, രജനി, ഇതൊക്കെ നമുക്ക് വേറൊരു. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് അദ്ദേഹമാണ്, മമ്മൂക്കാണ്. എല്ലാവരും ഇഷ്ടമാണ്. നമ്മൾ എല്ലാവരും സിനിമകളും കാണാറുണ്ട്, എല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്, എല്ലാ കഥാപാത്രങ്ങളും എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഫീലിൽ ഇങ്ങനെ എത്തി. ഇപ്പം ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ സിനിമയിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഇപ്പം ഇവിടെ തന്നെ ഇൻ്റർവ്യൂസിൽ കുറേ പേര് വരുമ്പം പറയും ചില പേരൻസ് സമ്മതിച്ചിട്ടില്ലായിരുന്നു, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ശരിക്കും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ സിനിമക്കാരുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു സിനിമയിലേക്ക് വരുമ്പം എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ? ഭയങ്കര ഭാരമുള്ള പരിപാടി ആണല്ലേ? ഭയങ്കര ഭാരമാണ്. ഇപ്പോൾ സിനിമ മമ്മൂക്ക എൻ്റെ അമ്മാവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സിനിമ ജസ്റ്റ് നമുക്കൊന്ന് ഇരിക്കാം, അല്ല ഒരു സീറ്റ് കിട്ടുമായിരിക്കും സംസാരിക്കാൻ. ബാക്കി നമ്മളല്ലേ തെളിയിക്കേണ്ടത്, നമ്മൾ സ്വയം തെളിയിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടോ,
അല്ലെ പ്രേക്ഷകർ അംഗീകരിക്കണം, അദ്ദേഹത്തിന് പേര് ദോഷം ഉണ്ടാക്കരുത്. അതെ. ഒരുപാട് പ്രയാസമുള്ള കാര്യങ്ങളാണ് ആ അല്ലേ? അതെ. അല്ല ഈസി വേ അല്ല, ഒന്നും ഈസി വേ അല്ല. നമ്മളിപ്പോൾ സിനിമയാണേലും നിങ്ങളുടെ ജോലി പോലും അല്ലേ, നിങ്ങളുടെ ഈ ജോലി പോലും ഈസി വേ അല്ലല്ലോ. അതെ. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടണം നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു റീൽസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് സിനിമയിൽ. അത് ഭയങ്കര സംഭവം. എനിക്ക് റീൽസ് ചെയ്യാനോ ഈ പരിപാടിയൊന്നും നടക്കുന്നില്ല. നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും. ഞാൻ ഓഡിഷന് പോലും എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാരണം ഓഡിഷന് പോയി 1-2 തവണ എനിക്ക് അതിന് പറ്റത്തില്ല, അറിയത്തില്ല. ഇപ്പം ഈ സിനിമയിൽ ഒരുപാട് കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗ് ഞാൻ പറയും. പക്ഷെ ഓഡിഷൻ പോയി നിന്നിട്ട് എനിക്കെന്താ ആർട്ടിഫിഷ്യൽ പോലെ തോന്നും. ഭയങ്കര പ്രശ്നമാണ് എനിക്കത്. ചേട്ടൻ ഈ ഡയലോഗ് ഒക്കെ പെട്ടെന്ന് പഠിക്കുന്ന ഒരാളാണോ അതോ? ആണല്ലേ. ഓ അടിപൊളി. അതൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മൾ അത്രത്തോളം ഭ്രാന്താണ് ഇത്. ഇങ്ങനെ നമ്മൾ എത്തണമല്ലോ, അവിടെ ബാക്കിൽ നിൽക്കുമല്ലോ അമ്മാവൻ, എന്നെ നാണം കെടുത്തു, അത് ജയിച്ച് കാണി. അതിന്റെ കുറെ കാര്യങ്ങൾ. അതുപോലെ പിന്നെ നമ്മുടെ അംബീഷനാണ്, നമുക്ക് എത്തണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ക്യാരക്ടറിലേക്ക് എത്തണം. ഒരു പേരുദോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കറക്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് മാക്സിമം നമ്മുടെ പ്രൊഡ്യൂസറേയും സേഫ് ആക്കണം. അല്ലെങ്കിൽ നാളെ പറയത്തില്ലേ ഇവനെ കൊണ്ട് ഇതിനെന്ത് ചെയ്ത് നശിപ്പിച്ച പണ്ടാരടങ്ങി. അതുകൊണ്ട് അത് നമ്മൾ എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്നതല്ലേ, എല്ലാവരും ചെയ്യുന്നതല്ലേ. അവരവരുടെ കഥാപാത്രങ്ങൾ കറക്റ്റാക്കി കൊണ്ടുപോകാന്നുള്ളത് അവരൊരു ഉത്തരവാദിത്വമാണ്. ഇപ്പൊ ഈ സിനിമയില് പാട്ടുകളൊക്കെ ഉണ്ടോ? അതിന്റെ പാട്ടുണ്ട്. അതാണ് ഈ ക്രൈം സ്റ്റോറിയുടെ പ്രശ്നം. ക്രൈം സ്റ്റോറിന്ന് ദി കേസ് ഡയറിന്ന് ഇട്ടിട്ട് ഇതിൽ പാട്ടുകൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെ അതാണ് പറയാം, പാട്ടുകളിലൂടെ പോകുന്ന ഒരു എല്ലാതരം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഫുള്ള് നമ്മൾ ക്രൈം മാത്രമല്ല, പാട്ടുകളുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. അപ്പൊ അതിലൂടെ പോകാൻ പറ്റുള്ളൂ ഈ കഥാപാത്രത്തിൽ. ഇങ്ങനെ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ അതൊരു സംഭവമാണ്. ഇപ്പൊ കേസ് ഡയറി പറയുമ്പോ തന്നെ മമ്മൂക്കയുടെ സിനിമകളായിരിക്കും മിക്ക എല്ലാവരും മനസ്സിലേക്ക് അല്ലേ വരുന്നത്. അപ്പോ അതിന്റെ എന്തെങ്കിലുമൊക്കെ റെഫറൻസും കാര്യങ്ങളൊക്കെ? അല്ല, അത് അദ്ദേഹം വക്കീലായിരുന്നല്ലോ, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് വേറെ അത് വേറെ ലെവല്. പിന്നെ മമ്മൂക്കായിട്ട് കഥാപാത്രങ്ങൾ യാതൊരു ബന്ധവുമില്ലാത്തൊരു ക്യാരക്ടർ. ക്രിസ്റ്റി സാം എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഞാൻ പറഞ്ഞില്ല അതാണ് സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ക്യാരക്ടറിനെ പറ്റിയിട്ട് നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല എന്നുള്ള ക്യാരക്ടർ ഒക്കെയാണ്. അദ്ദേഹം സെന്റിമെന്റ്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. യൂണിഫോം ഇട്ട് വന്ന് അദ്ദേഹം അതിന്റെ ഡയലോഗ് ആക്ഷൻ. ഇതിലിപ്പോ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് ചേട്ടന് തോന്നിയ ഒരു സംഭവം എന്തായിരിക്കും? ഡയലോഗ് ആണല്ലേ. സുരേഷ് ഗോപി സാറ് പറയുന്നത് പോലെ അതിനൊന്നും എത്തിയിട്ടില്ലെങ്കിലും മമ്മൂക്ക പറയണ കടിച്ചാൽ പൊട്ടാത്ത ഡയലോഗാണ് എ കെ സന്തോഷ് സാർ. എനിക്ക് എ കെ സന്തോഷ് സാറായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ്. പിന്നെ സ്കൂളിൽ പോലും ഇങ്ങനെ പഠിച്ചിട്ടില്ല. അപ്പൊ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ അവർ വരെ എന്നെ ഒരുപാട് സപ്പോർട്ട്. അമീർ നിയാസ് ആണേലും, കിച്ചു ടെല്ലസ് ആണേലും, രാഹുൽ മാധവ് ആണേലും, റിയാസ് ഖാനൊക്കെ ആണേലും, ഗോകുൽ അദ്ദേഹം ആണേലും എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എന്നെ കൊണ്ട് പറ്റും. എന്നിട്ട് അവര് മാറിയിരിക്കും, ഇവരെങ്ങനെ അത് പറയും. ഇപ്പൊ നമ്മള് പറയില്ലേ നമ്മുടെ ആദ്യത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കസിൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മള് സ്കൂളിൽ മറ്റേ വെക്കേഷൻ ഒക്കെ വരുമ്പോ കസിൻസിന്റെ കൂടെയാണല്ലോ. അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു? കസിൻസ് ഒരു ഗ്യാങ് ചെറുപ്പത്തിലെ കുറെ ഓർമ്മകളുണ്ടോ? അതോ നിങ്ങൾ വല്ലപ്പോഴും മീറ്റ് ചെയ്യുന്ന കസിൻസ് ആയിരുന്നു? നമ്മുടെ തറവാട്ടിൽ എല്ലാവരും കൂടും. മക്ബൂലാണേലും ദുൽഖർ ആണേലും ഞങ്ങള് വേറെ കുറെ കസിൻസ് ഉണ്ട്. സിനിമയിൽ ഇല്ലാത്ത ആൾക്കാർ വരെ ഉണ്ട്. അവരെല്ലാവരും വേറെ പ്രൊഫഷനിലേക്ക് പോയി. ഞങ്ങൾ 3 പേരാണ് സിനിമയിൽ ഉള്ളത്. പിന്നെ അമ്മമാർ ഇബ്രാഹിം കുട്ടി വാങ്ങിച്ചുണ്ട്. ഇതെല്ലാവരും ഞങ്ങൾ കുട്ടികൾ ഞങ്ങൾ 3 അലമ്പരം, എല്ലാവരും അലമ്പരം. പിള്ളേരുണ്ട്. ഞങ്ങൾ മരത്തേക്ക് കയറും, പുളി പറിക്കാൻ കയറും, കുളത്തിൽ നീന്തും, അഭിനയിക്കും, കളനും പോലീസും പരിപാടികളൊക്കെ ചെയ്യും. അതങ്ങനെ കുറെ പരിപാടി അതെല്ലാ കുട്ടികൾക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഫ്ലാറ്റ് ജീവിതത്തിൽ ആ ഒരു സംവിധാനം ഇല്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ നാട്ടിൻപുറത്തേക്ക് നടക്കുള്ളൂ, മരത്തേക്ക് കയറണം. ഞാൻ എൻ്റെ 2 ആൺകുട്ടികളാണ്. ഞാൻ ഒരു നാട്ടിൽ വിടും, മരത്തേക്ക് കയറിക്കും, വെള്ളത്തിൽ ചാടിക്കൂ. കാരണം അത് എല്ലാവരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റേ ഒതുങ്ങിയൊരു ജീവിതത്തിലേക്ക് പോയി. അതെ. ഇപ്പൊ ശരിക്കും എനിക്ക് ഏറ്റവും നല്ല ഓർമ്മ ഈ വെക്കേഷൻ സമയത്താണ് നാട്ടിലേക്ക്. വെക്കേഷൻ സമയത്ത് എവിടെയാ പോണത്? എവിടെയാ പോണ പറ? ഒറ്റപ്പാലം അല്ല, അമ്മയുടെ വീട്ടിലല്ലേ പോകുന്നത്. ഒറ്റപ്പാലം അല്ല, നമ്മുടെ അമ്മ വീട്ടിലേക്ക് അതാണ് അതെന്താണെന്ന് എനിക്ക് അതെന്തുകൊണ്ടത് അങ്ങനെ? അത് അമ്മ വീട്ടിലേക്കല്ല, കാരണം അച്ഛന്റെ വീട്ടിലല്ലേ എപ്പോഴും നമ്മൾ താമസിക്കുന്നത് ഫുൾ ടൈം. വെക്കേഷൻ ടൈമിൽ നമ്മൾ എല്ലാ കുട്ടികളും അമ്മ വീട്ടിൽ പോകണം, അമ്മയുടെ വീട്ടിൽ പോകണം, അമ്മയുടെ തറവാട്ടിൽ പോകണം. അതൊരു വേറെ ലോകമാണ്. അതെ. ഇപ്പം എന്റെ അമ്മയുടെ വീട്ടിലാണ്. അമ്മൂമ്മയ്ക്ക് 9 മക്കളാണ്. അപ്പൊ അവരുടെ കുട്ടികൾ പറയുമ്പോൾ ഞങ്ങളൊരു 14 കുട്ടികളുണ്ട്. അപ്പൊ എല്ലാരും ഒരുമിച്ച് വരുമ്പോൾ ചെറിയ സ്കൂൾ വിട്ടൊരു പദ്ധതിയാണ്. അതൊരു സന്തോഷമല്ലേ? ആ സന്തോഷം ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു ഫ്ലാറ്റ് ജീവിതത്തിൽ കിട്ടുന്നില്ലെന്ന് എല്ലാരും പറയുന്ന കാര്യം. ഇപ്പൊ എല്ലാരും പറയും
ഭാസ്കർ എന്ന് ഭയങ്കര ഫിലോസഫി അടിക്കുകയാണ്. ഒന്നുമില്ല, എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. ചേട്ടൻ ഫിലോസഫിക്കലാണോ? ഞാൻ നാച്ചുറലാണ്. ചേട്ടന് ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണ്? ഇപ്പൊ ഷൂട്ടൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നത്? ചിലപ്പോൾ ഞാൻ ഡ്രൈവ് പോവും, തന്നെ ചിലപ്പോൾ കാർ ഓടിച്ച് പോവും, കൂട്ടുകാരോട് പോകും, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും. ഓ, അടിപൊളി കുക്കാണോ? അടിപൊളി കുക്കല്ല, കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വട്ടൊക്കെ മാറി. ഉള്ളി അരിയല് പരിപാടി, ഉള്ളിക്കത്ത് ചേർത്ത് ദേഷ്യം. ഉള്ളി അരിയും, ഫിഷ് കറി ഉണ്ടാക്കും, ബീഫ് കറി ഉണ്ടാക്കും, ചിക്കൻ കറി ഉണ്ടാക്കും, എന്നാൽ നാടൻ അവിയലുണ്ടാക്കും. ഓ, പലതരം അവിയലുണ്ട്. പാലക്കാട് അവിയൽ വേറെയാണ്. എന്നോട് ഫ്രണ്ട് പറയും പാലക്കാട് സ്റ്റൈൽ വേറെ, ഇത് സ്റ്റൈൽ വേറെ, അങ്ങനത്തെ സ്റ്റൈൽ. ഓ, അപ്പൊ ചേട്ടന് അങ്ങനെ ഇപ്പൊ ഒരു ഭക്ഷണം കഴിച്ച് നോക്കി ഇതിൽ ഇതുണ്ട് അങ്ങനെയൊക്കെ അറിയാനുള്ള ഒരു ഇതുണ്ടോ? ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കും, കഴിക്കണവര് പറയും ഭയങ്കര സംഭവം. ചേട്ടാ നന്നായിട്ട് കുക്ക് ചെയ്യായിരിക്കും. എന്തോ ഒരു ഇതുണ്ടായിരിക്കും, കൈപ്പുണ്യം എന്നൊക്കെ പറഞ്ഞല്ലേ. ഇവിടെ അമ്മയിൽ നിന്ന് കിട്ടിയാണ്. ഞാൻ അമ്മ മോനാണ് എന്തായാലും. ആണല്ലേ, എല്ലാ കാര്യങ്ങളും അമ്മ എടുത്ത് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അതിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വിഷമാണോ തോന്നാറ്, അതോ ഇനി അമ്മനെ കൊണ്ട് നല്ലത് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ഫീൽ ആണോ? നമുക്കൊരു ഗൈഡൻസ് ഉണ്ടാണ് ഏറ്റവും നല്ലത്. പക്ഷെ എന്നെ ഗൈഡൻസ് ചെയ്യുന്നത് അമ്മക്ക് അറിയാം. അമ്മ പുന്നാരിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം പറ്റിയത്. നമുക്കൊരു ഗൈഡൻസ് ഉണ്ടായിരിക്കും, നമുക്ക് ഗൈഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും പറയുന്നത് സ്വന്തമായിട്ട് നമ്മൾ ഇത് ചെയ്യുക, ആ ഒരു പവർ എനിക്കില്ല. കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് അമ്മ മോനായും അല്ലെ അമ്മ മോനായും അപ്പു മോനായും അങ്ങനെ വളർന്നുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ പവർ എടുത്തിട്ട് നമുക്കിപ്പോൾ സിനിമ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് പരിപാടി. അതാണ് ഇപ്പം ഇത്ര വർഷമായിട്ടുള്ള പ്രശ്നങ്ങളെന്നല്ല പറയണം. സിനിമയിൽ നിന്ന് നമുക്കിപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ഞാൻ പറയില്ല. ഇപ്പോഴും അക്ബർ ട്രാവൽസിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കൊരു നല്ല കുറച്ച് മൂവീസിൽ എനിക്ക് മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റി. ഹീറോ എന്ന് പറയുന്നത് ഞാൻ ഹീറോ മാത്രമല്ല, ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരും ഹീറോസാണ്, അല്ലെ ഹീറോയിനാണ്. എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചേട്ടന് ഏറ്റവും ടെൻഷൻ വരുന്ന സമയത്ത് എന്താണ് ചെയ്യുക? കോമഡി എന്തെങ്കിലും കാണും, സിനിമ. അല്ല, നമ്മൾ ടെൻഷൻ ഒരുപാട് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പോകത്തില്ലേ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ടെൻഷനാണല്ലോ. എന്തെങ്കിലും കോമഡി ഇരുന്ന് കാണും. കുറെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ ഇപ്പം, പല പ്രോഗ്രാം ഓരോ ചാനലുകളിൽ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കിലുക്കം ജഗതിച്ചേട്ടൻ്റെ പ്രോഗ്രാം, അത് കാണും. സലീം കുമാറിന്റെ ചട്ടമ്പിനാടിലൊരു സംഭവം കാണും. ബോധം കെടുത്ത് എന്താ ബോധം കെടാത്ത കുറെ പരിപാടികളുണ്ടല്ലോ. പിന്നെ അതൊക്കെ ഒരു സന്തോഷം, നമ്മുടെ മൈൻഡ്. പിന്നെ പാട്ടുകൾ കേൾക്കാം. ഇപ്പൊ ചേട്ടനോട് ഇപ്പം വാട്ട് ഇസ് ഹാപ്പിനെസ് എന്ന് ചോദിച്ചാൽ ചേട്ടന്റെ ഒരു ഡെഫിനിഷൻ എന്തായിരിക്കും? എന്ത് സംഭവിക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇനി എന്ത് സന്തോഷം ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ചേട്ടന്റെ മനസ്സിലേക്ക് വരുന്ന സാധനം എന്താ? സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കും. അല്ലെ, അതെന്ത് പറയാ അല്ലേ? നമ്മൾ ഹാപ്പിയായിട്ട് നമ്മൾ എന്ത് സന്തോഷം. ഇപ്പൊ എന്താണ് സന്തോഷം, നിങ്ങൾ എന്താണ് സന്തോഷം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കൂട്ടുകാരോടൊപ്പം അല്ലെ കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം നമ്മുടെ അമ്മച്ചനോടൊപ്പം അല്ലേ, അതല്ലേ ഫാമിലിയാണ് സന്തോഷം അല്ലേ? അതെല്ലാവർക്കും അങ്ങനെയല്ലേ, ഫാമിലി അല്ലേ സന്തോഷം, അല്ലെ കൂട്ടുകാരായിരിക്കാം. അല്ല നമ്മൾ ഒറ്റക്ക് പോയിട്ട് ഈ സന്തോഷം വേണോ എന്ന് പറഞ്ഞു. കുറെ കൂട്ടുകാരുള്ള ഒരാളാണോ? കുറച്ച് കൂട്ടുകാരുണ്ട് കേൾക്കുന്ന. ഞാൻ എവിടെ പോയാലും കൂട്ടുകാരാണ്. ഇപ്പൊ ഞാൻ കമ്പനിയാണ് ഒരാൾ, ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ നമ്മളോട് കമ്പനിയായി, നമ്മളോട് ക്യാമറമാൻ അവരോട് കമ്പനിയായി. നമ്മൾ കാണുന്നവരെല്ലാം നല്ല ഫ്രണ്ട്സാണ്. നമ്മൾ ഇഷ്ടപ്പെടും, നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? അല്ല, മനുഷ്യന്മാരല്ലേ എല്ലാവരും. അല്ല, നമുക്ക് ഇന്ന ആൾ മാത്രമേ ഞാൻ അവരോട്ട് കൂട്ടുകൂടുള്ളൂ, മരണം വരെ അതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇത്ര എക്സ്ട്രോവേർട്ട് ആയ ആള് ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അല്ലേ? സ്കൂളിലൊക്കെ മറ്റേ എന്ന് പറഞ്ഞോണ്ട് ടീച്ചർ എപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ആണല്ലേ? കാരണം സ്റ്റുഡിയോ ഞാൻ അത്ര അലമ്പല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എന്ത് തോന്നുന്നു? ഭയങ്കര സംഭവമാണ്, ഭയങ്കര പരിപാടികൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇപ്പൊ പറയുമ്പോ ആരാണ് സിനിമയിൽ കുറെ കഥകളുണ്ട് നമ്മൾ ബാക്കിൽ. സ്കൂളില് വലിയ നടനായിട്ടൊക്കെ പിന്നെ കഥ എഴുതി വെക്കാം. അതെ, തീർച്ചയായിട്ടും. അതെ, എന്തായാലും എഴുതണം കേട്ടോ. തീർച്ചയായും നമ്മൾ കുറെ കഥ, അത് രക്ഷയില്ലാത്ത പരിപാടികൾ, ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കഥകളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ സിനിമ ഫീൽഡിൽ വന്നിട്ട് ഒന്നും ആകാതെ നല്ല നമ്മളാകും എന്ന് വിശ്വസിക്കുന്നു. നല്ലതായിട്ട് വരട്ടെ, നമ്മൾ മാക്സിമം ചെയ്യുന്നു. അത് നമുക്ക് നമ്മുടെ ഒരു ചരിത്രമായിരുന്നു. നമ്മൾ ഇന്നായിരുന്നു, ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. എല്ലാവർക്കും ഇല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് തൊട്ട് നിങ്ങൾക്കും എഴുതണമെന്ന് ആഗ്രഹമില്ലേ? ഇദ്ദേഹത്തിന് എഴുതണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ?
ഞങ്ങളുടെ ക്യാമറ ചേട്ടൻ ചിരിച്ചു. നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഇത്ര വന്ന കാര്യങ്ങൾ നമ്മൾ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ അനുഭവങ്ങളല്ലേ. ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ചിന്തിച്ചത്. നമുക്ക് ഓർമ്മയുള്ള സാധനങ്ങളിലൊക്കെ എഴുതി വെക്കാന്ന് പറയണത് അല്ലേ? പിന്നെ തീർച്ചയായും അത് നമ്മൾ ചിലപ്പോൾ 5 വയസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതാരും വിശ്വസിക്കത്തില്ല. ഓർമ്മയുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയൂ. അത് ബുക്കിൽ എഴുതുമ്പോ കണ്ടാൽ ശരി, പുസ്തകം ഇറങ്ങട്ടെ. ഈ കേസ് ഡയറി പറഞ്ഞല്ലേ ചേട്ടൻ പറഞ്ഞ ഡയറി എഴുതുമായിരുന്നു അപ്പം? ആണല്ലേ, ഒരു വൃത്തികെട്ട പരിപാടി ഉണ്ടായത് ഡയറി എഴുത്ത്. ഇത് കണ്ടുപിടിക്കാൻ ഫാദർ നല്ല പരിപാടിയല്ലേ ഡയറി? അത് രഹസ്യം എല്ലാം എഴുതുമായിരിക്കും. അത് ശരിയാണ്. അത് നമുക്ക് വെളിയിൽ കാണിക്കാനും പറ്റത്തില്ലല്ലോ. ഫാദറൊക്കെ വന്ന് നോക്കുമ്പോ ഞാൻ ലവ് ലെറ്റർ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കും അടുത്ത കാമുകി കൊടുക്കാൻ. ഫാദർ വന്ന് പൊക്കും, ഞാൻ അതുമായിട്ട് ഓടും. അയ്യോ, ഭയങ്കര പ്രശ്നം. ഇപ്പൊ ഡയറി എഴുതുകയാണെങ്കിൽ പറഞ്ഞ പോലെ എല്ലാം എഴുതണം, അല്ലെങ്കിൽ പിന്നെ എഴുതാൻ നിൽക്കരുത്. ഇപ്പം അത് നമുക്കൊരു നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ഡയറി അത് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. അല്ല മറ്റുള്ളവർ കാണിക്കാൻ എഴുതണല്ലേ, നമ്മൾ പേഴ്സണലായിട്ട് എഴുതണല്ലേ. നമ്മുടെ വൈഫിനാണേലും കാമുകിക്കാണേലും അവർ കാണാല്ലേ, നമ്മുടെ ഫ്രണ്ടിന് കാണിക്കാൻ വേണ്ടി എഴുതുന്നല്ലേ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നൊരു ഡയറി. ആ ഡയറി എൻ്റെ കയ്യിൽ നിന്ന് പലതും പോയി. എനിക്ക് ഡയറി ഇപ്പം ഇല്ല. അതെങ്ങനെ പോയി? മിസ്സായി. ഓ, ചേട്ടൻ്റെ അപ്പം ബുക്കിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഓൾറെഡി ആരും വായിക്കുന്നില്ല, അത് പോയി. ആണല്ലേ, ഓക്കെ. അപ്പം ഇപ്പൊ കേസ് ഡയറി എന്ന് പറയുമ്പോൾ ഡയറി എഴുതുന്ന ഒരാൾ തന്നെയാണ് കേസ് ഡയറിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കേസ് ഡയറി റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ എന്തൊക്കെ വിശേഷങ്ങൾ നമ്മുടെ നമ്മള് കേസ് ഡയറി എന്ന് പറയുമ്പോൾ പടം 21-ാം തീയതി റിലീസാണ്. ഇതിൽ അത്യാവശ്യം നല്ല ഫൈറ്റും കാര്യങ്ങളും ഉണ്ട്, നല്ല ആക്ഷൻ മൂമെന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ ഒരു വലിയ സെന്റിമെന്റ്സും കാര്യങ്ങളും. പി സുകുമാർ സാറാണ് അതിന്റെ ക്യാമറ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ലാലേട്ടനെയൊക്കെ വെച്ച് ലാല്, മമ്മൂട്ടി, എത്രയോ പേരെ വെച്ച് ചെയ്തതാണ്. അപ്പം അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടെ റിയാസ് ഖാൻ, ഞാൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല നല്ല വലിയ വലിയ ആർട്ടിസ്റ്റുകളുണ്ട്. ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു അപ്പം? ലൊക്കേഷൻ മുരുടേശ്വരം, പൊന്നാനി, ഗോവ, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. ഇത് എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു അപ്പം? ഞാൻ പറഞ്ഞത് 2 കാലഘട്ടമായിട്ട് എടുത്തുകൊണ്ട് ഒരു 1.5 വർഷം ഗ്യാപ്പ് ഇട്ടിട്ട് എടുത്താണ്. ഓക്കെ. പാലക്കാട് വരിക്കാശ്ശേരി മനയില് ഐറ്റം സോങ് ചെയ്തെന്ന് നിങ്ങൾ വിശ്വസിക്കൂ? ഐറ്റം സോങ് വരിക്കാശ്ശേരി മനയിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്തൊരു പടം നമ്മുടെ പടം കേസ് ഡയറി. ആരും വിശ്വസിക്കില്ല. വരിക്കാശ്ശേരി മനയിൽ എങ്ങനെ ഐറ്റം സോങ്? അപ്പൊ അത് പി സുകുമാർ സാറ്, പ്രസന്ന മാസ്റ്റർ, വലിയൊരു ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിൽ. അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഒക്കെ കളിക്കേണ്ടതല്ലേ? ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഏറ്റവും അറിയത്തില്ല. അതിന്റെ പ്രാക്ടീസ് സെഷൻ ഒക്കെ നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കാണും, ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് കണ്ടാലും മതി, നന്നായിരിക്കും ബാല. നല്ല കഷ്ടപ്പെട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ആക്ഷനിൽ ഫോക്കസ് ചെയ്യണോണ്ട് അതിലേക്കാണ് മൈൻഡ് പോയത്. ഡാൻസ് ഇപ്പൊ ചേട്ടനൊന്ന് പബ്ലിക്കിലേക്ക് വന്ന സമയത്ത് ഏറ്റവും ചേട്ടാ ഇതിരി വിളിക്കണം. അപ്പൊ ആർക്കും അറിയത്തില്ല, അഷ്കർ സൗദാൻ വിളിച്ചു. ഒന്ന് പാടുവിട്, എന്റെ പേരാദ്യം പഠിക്കും. അതെ, അഷ്കർ സൗദാൻ എനിക്കറിയാം, അഷ്കർ. അപ്പം പക്ഷെ ചേട്ടാന്നാണ് എനിക്ക് വരുന്നത്. അവൻ ശരി. അപ്പം ഒരുപാട് പെങ്ങന്മാരുള്ളതുകൊണ്ട് ചേട്ടൻ വേണ്ട. അപ്പൊ ഞാൻ എന്താന്ന് ചോദിക്കാൻ വന്നത്, ചേട്ടനൊരു പബ്ലിക് ഒരു ഇതിലേക്ക് വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ എനിക്കൊന്നും ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അതിന് മുന്നേ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, അതായത് മമ്മൂക്കയുടെ രൂപസാദൃശ്യം, സൗണ്ട് എന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് ചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു, അതോ അയ്യോ ഇതൊക്കെ ഒരു ബാധ്യതയാണല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്? ബാധ്യതല്ല, നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു എന്താ പറയാ, നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ, ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതൊരു ഭാരവും കൂടിയാണ്. പക്ഷെ എൻ്റെ കഥാപാത്രങ്ങൾ, ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ഒരിക്കലും അമ്മാവനെ ഇമിറ്റേറ്റ് ചെയ്യാനോ, ഞാൻ നടക്കുമ്പോഴങ്ങനെ ആയിരിക്കാം. അത് നമ്മൾ കുഞ്ഞാളെ കൊണ്ടൊരു ഫാൻ ബോയല്ലേ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാദറിനെ പോലെ അല്ലെങ്കിൽ അമ്മേനെ പോലെ നമ്മൾ ആ സ്റ്റൈലിലേക്ക് പോകും. അത് പിന്നെ ജെനറ്റിക്കലായാലും നമ്മുടെ ബ്ലഡിലായാലും അതുണ്ട്. അത് ദൈവത്തിനോട് ചോദിക്കും. ഇപ്പൊ ഞാൻ പോയി എന്ത് കഷ്ടപ്പെട്ട് ഇപ്പൊ ഞാൻ 6 പാക്ക് ആക്കി, മുഖം മറ്റേ ഇത് ചെയ്ത്, മറ്റേ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്ത്, മറ്റേ എന്തൊക്കെ ചെയ്യല്ലോ പരിപാടികൾ ചെയ്തിട്ട് വന്നാലും അതുണ്ടാവും. അതിൽ കാര്യമില്ല. പക്ഷെ നമ്മുടെ വർക്കിലാണ് കാര്യം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്, നമുക്ക് ക്യാരക്ടർ കിട്ടുക, അത് നമ്മളൊരിക്കലും അത് ഭയങ്കര അഭിമാനമുള്ള കാര്യമല്ലേ. പിന്നെ വേറെ ആളെ പോലെ നല്ലല്ലോ പറഞ്ഞു, അമ്മയുടെ ആങ്ങളെ പറഞ്ഞു. അപ്പൊ ഒരുമിച്ച് ഇപ്പൊ വീട്ടിൽ കാണുന്ന പോലെ ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന് പറയണേ. അപ്പൊ ആ ഒരു സ്ക്രീനിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തുള്ള ഒരു ടെൻഷൻ എങ്ങനെയായിരുന്നു? ഭയങ്കര. ഞാൻ തസ്കരീറിന്റെ ഒരുമിച്ച് അഭിനയിച്ചു
സംതിങ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാണ്. നയൻതാര പുള്ളിയാ നീ വീട്ടിൽ പോകണില്ലടാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്നായിട്ട് ഡ്രസ്സ് കൊള്ളാലോ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ നന്നായിട്ട് ചെയ്യുന്നൊക്കെ പറയും. അവർക്കിങ്ങനെ ചെയ്യുന്നില്ല, നീ ഇങ്ങനെ ചെയ്യും. അതൊക്കെ തുടക്കമാണ്. നമുക്ക് അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഞാൻ ആൽബം, സീരിയല്, സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, കൂട്ടുകാരനായിട്ടും വില്ലനായിട്ടും, ഇപ്പോൾ നായകൻ എന്ന് ഞാൻ പറയുന്നില്ല, നായകൻ എന്നുള്ള രൂപം നമുക്ക് മെയിൻ ക്യാരക്ടർ കിട്ടിയിരിക്കുന്ന പടങ്ങൾ ചെയ്യാൻ പറ്റി. അത് ദൈവത്തിനോട് നന്ദി പറയുന്നു. ശരിക്കും ഈ ഒരു ജേർണി ചേട്ടൻ എങ്ങനെയാ നോക്കിക്കാണുന്നത്? അതിൽ കുറേ സ്ട്രഗിൾസ് ഉണ്ടല്ലോ, കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകും. ഇപ്പം എത്രയോ കുട്ടികൾ ഇപ്പം സിനിമയിൽ വരണം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഇപ്പം കേൾക്കുന്നുണ്ടാവും. അപ്പം അവരുടെ അടുത്തൊക്കെ ആ സ്ട്രഗിളിങ് ഫേസിൽ നിൽക്കുന്ന എല്ലാവരോടും ചേട്ടൻ എന്താ പറയാനുള്ളത്? എല്ലാത്തിനും സ്ട്രഗിളിങ് ഉണ്ട്. ഇപ്പം ഞാൻ വന്ന് നിൽക്കുന്നതിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് വന്ന് ഒരാളല്ല. എല്ലാവർക്കും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി അറിയാം. ഞാൻ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ സിസ്റ്ററിൻ്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു എൻട്രി കിട്ടും. പിന്നെ ബാക്കി നമ്മുടെ കയ്യിലല്ലേ. നമുക്ക് പണി അറിയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാം, അല്ലെ എന്തെങ്കിലും നമ്മൾ മരുന്നുകൾ ഇട്ട് കൊടുത്താലും നമുക്ക് നിൽക്കാൻ പറ്റും. പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ എന്നല്ല, അവർ സ്വീകരിക്കണം. പുതിയ തലമുറയ്ക്ക് എന്തോരം വേ ഉണ്ട്. ഇപ്പോൾ റീൽസ് ചെയ്ത് അത് ചെയ്ത് ഡാൻസ് ചെയ്ത് എത്ര പേര് ഇപ്പോഴും കുറേ വഴികളുണ്ട്. എല്ലാവരും എല്ലാവർക്കും ഒരുപാട് എൻട്രി ഉള്ള കുട്ടികളുണ്ട്. ഇപ്പം നമുക്ക് അതെല്ലാവരും കാണുവാണ്. ഡയറക്ടേഴ്സ് കാണുന്നു, പ്രൊഡ്യൂസേഴ്സ് കാണുന്നു. അത് കൊള്ളാം, ഈ കുട്ടി കൊള്ളാം, അല്ലെ ഇവൻ കൊള്ളാം, ഇത് കൊള്ളാം, അവൻ്റെ എക്സ്പ്രഷൻ കൊള്ളാം. ഈസി വേ ആയി, ഇപ്പം ഈസി വേ. അല്ലാതെ നമുക്കതിനുള്ള ഓപ്ഷൻസ് ഇല്ലായിരുന്നു. ഇപ്പം നല്ല പരിപാടികളാണ്, നല്ല കാര്യങ്ങൾ. എത്രയോ നല്ല കഴിവുള്ള എത്രയോ ആൾക്കാർ വരുന്നുണ്ട്. വലിയ കാര്യമല്ലേ. ഒരുപാട് കലാകാരന്മാരും കലാകാരികളും റീൽസ്, ഇൻഫ്ലുവൻസേഴ്സ്, നല്ല ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല കാര്യം. എല്ലാവരും വരട്ടെ, അതുപോലെ നമ്മളും വരട്ടെ. നമുക്ക് അവസരം, എനിക്ക് അവസരം കിട്ടട്ടെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ദുൽഖർ ഒരു ഇന്റർവ്യൂല് പറയുന്നത്, ഒരു 2-3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഉമ്മച്ചി ഇങ്ങനെ മോളെ എടുത്തിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുൽഖർ ടിവിയുടെ ഫ്രണ്ട് കൂടെ അങ്ങോട്ടും കൂടെ ഒക്കെ നടക്കും. എന്താ കഥയൊന്നും കേൾക്കുന്നില്ലേ, ഇതാ മോള് വളർന്നു വരികയാണെന്ന് കാണിക്കാൻ. അപ്പൊ അതൊക്കെ ശരിക്കും ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധാരണ ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടില് നമ്മളിപ്പം ഓക്കെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പം ഉള്ള ഒരു വീട് പോലെ തന്നെ നമ്മൾക്ക് എപ്പോഴും ഈ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടിൽ എന്തായിരിക്കും സംസാരിക്കുക എന്നുള്ള എപ്പോഴും സാധാരണക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ദുൽഖർ ഇത് പറഞ്ഞപ്പോ എല്ലാവരും അതിനെപ്പറ്റി ചർച്ച. അപ്പൊ ചേട്ടന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? ഉമ്മച്ചി എങ്ങനെയാണ്? എല്ലാവരും സാധാരണക്കാരാണ്. ആരും സാധാരണക്കാരൻ. എല്ലാവരും വീട്ടിൽ പറയത്തില്ല. നമ്മൾ ചുമ്മാ ഒരാൾ വെറുതെ പണിയില്ലായിരിക്കും. അമ്മ ചോദിക്കത്തില്ലേ, പണിക്ക് പോകണല്ലേ, അങ്ങനെ കഞ്ഞുകൂടി എന്താ ഇവിടെ വെറുതെ ചുറ്റിക്കറിയാം. എല്ലാ വീട്ടിലും ഉള്ളതാ. സാധാരണക്കാരെന്നോ വലിയവരെന്നോ ഒന്നുമില്ല. എല്ലായിടത്തും ഉള്ള സംഭവമാണ്. എല്ലാവരും മനുഷ്യരല്ലേ. എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നല്ലേ, അല്ലേ? അതിൽ വേറെ സംഭവം. എല്ലാവരും ജീവിക്കാൻ വേണ്ടി കിടന്ന് അവരവരുടെ ജോലികളിൽ ഇമ്പ്രൂവ് ചെയ്ത് കഷ്ടപ്പെടുക. അല്ലെ വേറെ അവിടെ വേറെ പരിപാടികളൊന്നും. എന്താണ് നമ്മുടെ ആവശ്യം? എന്താണ് നമ്മുടെ ആവശ്യം? എന്താണ്? നന്നായിട്ട് ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ഇരിക്കുക എന്നല്ല, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക, നമ്മുടെ ജോലികൾ കറക്റ്റായിട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമില്ലാതെ ജീവിക്കുക, മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കാതിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അത് തന്നെ എല്ലാവരും ചെയ്യുന്നത്. മറ്റുള്ള നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്തിട്ട് ആരെയും തോപ്പിക്കാൻ നമ്മൾ ആരെയും തോപ്പിക്കാൻ പറ്റില്ല. നിങ്ങളെ തോപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല, അല്ലെ ഇവരെ തോപ്പിക്കാൻ പറ്റത്തില്ല. ആരെയും തോപ്പിക്കാൻ നമ്മളല്ല. നമ്മുടെ ജോലി ഇമ്പ്രൂവ് ചെയ്യുക. മറ്റുള്ള തോപ്പിച്ച് നശിപ്പിച്ചിട്ട് ഞാൻ കയറി ഹൈ ആകുക, അങ്ങനെ ചിന്താഗതി അല്ല എനിക്ക് കേട്ടോ. എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറാണ്. നമുക്ക് ആരെയും തോപ്പിക്കേണ്ട. നമ്മൾ ജോലി കറക്റ്റായിട്ട് ചെയ്യുക, നമുക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റുക, നല്ല നല്ല പേരുകൾ കേൾക്കുക, നമ്മളെപ്പറ്റി നന്മകൾ കേൾക്കുക. എങ്ങനെ ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നു ചേട്ടാ? അല്ലെങ്കിൽ എങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് എപ്പോഴും? ഇപ്പം ചേട്ടൻ വന്നിപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ, പക്ഷെ ചേട്ടൻ്റെ സംസാരത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു സാധനം വെച്ചാൽ എല്ലാത്തിൻ്റെയും നല്ല വശം കാണുക, അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. നമുക്കൊക്കെ ഉള്ളൊരു ടെൻഡൻസിയാണ്. ഇപ്പം എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അത് കിട്ടി, അങ്ങനെ ഇങ്ങോട്ട് പോകാൻ ഭയങ്കര ഒരു ടെൻഡൻസി കൂടുതൽ. അല്ലാണ്ട് ഓക്കെ അതിൽ നിന്ന് എന്താ നമ്മൾ പഠിക്കേണ്ടതെന്ന് ചിന്തിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ ചേട്ടൻ്റെ സംസാരത്തിൽ എനിക്ക് ഫീൽ ചെയ്തത് ചേട്ടൻ എപ്പോഴും ആ ബ്രൈറ്റർ സൈഡ് നോക്കുന്ന ഒരാളാണ്. അത് കോൺസ്റ്റന്റ് എഫേർട്ടാണോ അതോ പണ്ട് മുതലേ എങ്ങനെയാണോ? നമ്മുടെ ലൈഫിൻ്റെ ഇതായിരിക്കും. നമ്മൾ വളർന്നു വന്ന സാഹചര്യം എല്ലാം അനുഭവിച്ചതിൻ്റെ അവസ്ഥയാണ്. ഇങ്ങനെ വന്ന് കടന്ന് കുറേ കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ ഓരോ അനുഭവങ്ങളുണ്ടായി. നമുക്ക് ഏറ്റവും ലൈഫിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഞാൻ വലിയ പുണ്യമായിട്ട് ഇത് പറയണമല്ല, എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ എവിടെ എത്തിയിട്ടില്ലെന്ന് ഞാനിപ്പോഴും പറയും. ഞാനിപ്പോഴും പോസിറ്റീവായിട്ട് പറയും, എത്തണം. ഞാൻ ഇന്നലെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, പ്രപഞ്ചത്തിനോട് നമ്മൾ പറഞ്ഞാൽ പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരുമെന്ന് പറയും.
ഞാൻ പ്രൊഫഷനോട് പറഞ്ഞാൽ സാധിച്ചൊരു കറക്റ്റാണ്. നമുക്ക് ഇന്ന ആകണം, ഇന്ന വെയിലെത്തണം. കാരണം ദൈവം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ആരും കണ്ടിട്ടില്ല അല്ലേ? മതവും ജാതിയും ഒന്നുമില്ല. അത് ഒരു ഇതുണ്ട്, ഒരു സംഭവം ഉണ്ട്, പവറുണ്ട്. ആ പവറിലേക്ക് എത്താൻ ഇപ്പം ഞാനും അങ്ങനെ ആ പവറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ വന്ന വഴികളിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ഞാൻ പറയാം, നമുക്കൊരു ഗൈഡൻസ് ഇല്ല. ഒരാൾ ഗൈഡ് ചെയ്ത് നമ്മളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഗൈഡൻസ് വേണം നമുക്ക്, ഒരാൾ ഗൈഡ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇതാണ്. പക്ഷേ ഗൈഡൻസ് ഇല്ലാതെ അലഞ്ഞിരിഞ്ഞ് നടന്ന് പല വഴികളിലൂടെ സഞ്ചരിച്ച് പല യാത്രകളും ചെയ്ത് പല സുഹൃത്തുക്കളും പല ഘട്ടങ്ങളിലും പല ബുദ്ധിമുട്ടുകളും നടന്ന്, അതുകൊണ്ടാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആവും. ചിലപ്പോൾ ഞാൻ നാളെ പോയിരുന്ന കാര്യമായിരിക്കും, ടെൻഷൻ വരും. അപ്പം നമ്മൾ പിന്നെ റീതിങ്ക് ചെയ്യും, എന്തിന് ജനിച്ചാൽ ഒരിക്കൽ മരിക്കരുത്. ഇത് രണ്ട് സംഭവം നടക്കുമല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള പരിപാടികളാണ് നമ്മുടെ ജീവിതം. അതാണ് ആക്ഷൻ കട്ട്. അതെ, ആ ആക്ഷൻ കട്ടില് എന്താണെങ്കിലും ചേട്ടൻ അടിപൊളി കുറേ വർക്കുകളും കുറേ ക്യാരക്ടേഴ്സും ഒക്കെ തേടിയെത്തട്ടെ. അതേപോലെ തന്നെ ഇപ്പം വേറെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കാണുമ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പൊ കൂടെ ഇതിപ്പം സിംഗിൾ ആണ്, പക്ഷെ എന്നാലും കൂടെ ആൾക്കാർ ഇരിക്കുമ്പോൾ അല്ല അവർക്ക് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഒരു ഫ്രണ്ടിനെ അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഓക്കെ, ആ സിനിമ ഷൂട്ടിംഗ് സമയത്തായിരിക്കും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കമ്പനി ആവുന്ന ഒരാളാണ്. അതെ അതെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇത്ര വർഷം കമ്പനി നമ്മൾ കാണുന്നവരോട് സംസാരിക്കുക, എല്ലാവരോടും ഞാൻ എല്ലാവരോടും ഹാപ്പിയായിട്ട് സംസാരിക്കുന്നതാണ്. ചേട്ടൻ റിയാക്ട് ചെയ്യുന്ന എപ്പോഴായിരിക്കും? ഇപ്പം സ്വന്തമായിട്ട് ഇപ്പം അഷ്കർ എന്ന് പറഞ്ഞ ഒരാളെ ആൾക്കാർ പറയുമ്പം അത് എന്തെങ്കിലും എന്ന് വിചാരിക്കുകയും കൂടെയുള്ള ഫ്രണ്ട്സിനെയും ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണോ? മനസ്സിലായില്ല എനിക്കിപ്പോഴും. അസ്കറിന്റെ ഫ്രണ്ടിനെ പറ്റിയിട്ട് ഒരാള് ഇപ്പൊ ചീത്ത പറയുന്നു അല്ലെങ്കിൽ ബഹളം വെക്കുന്നു, എന്നെ ചീത്ത പറയുന്നു. അല്ല, സ്വയം ചീത്ത പറയുമ്പം അത് കേൾക്കാനുള്ള ഒരു റിയാക്ഷൻ ലെവൽ എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ ഞാൻ ആ ഫ്രണ്ടിനെ കുറെ ചീത്ത പറയാണ് അനാവശ്യമായിട്ടോ, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിനെ ചീത്ത പറയുന്ന ഒരാൾ, അപ്പൊ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൂ. ചോദിക്കാൻ പഠിക്കാം, ഞാൻ എഴുതരാം. അപ്പൊ സ്വയം കേൾക്കുമ്പോഴാണോ റിയാക്ഷൻ കൂടുതൽ, കൂടുതലുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനാണോ ആ ഒരു ടെൻഡൻസി കൂടുതൽ? ഇപ്പൊ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ കൂടുതലുള്ള പിന്നെ ഫ്രണ്ട്സിനെയും കുടുംബത്തിനെയൊക്കെ പറയുമ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ റിയാക്ട് ചെയ്യും. ആ കാറ്റഗറി ഞാൻ നേരിട്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ പല കാര്യങ്ങളും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കാറില്ല, അല്ലേ? ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് എന്തെങ്കിലും ഇത് പറ്റിയെന്ന് സപ്പോർട്ട് ചെയ്യും, എൻ്റെ മുന്നിൽ വെച്ചാണ്. അല്ലെ പിന്നെ എനിക്ക് ഓടി എത്താൻ പറ്റാത്ത സ്ഥലത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? ഇനി വേറൊരാൾ പറയും ഇന്ന മറ്റോ, ഞാൻ ആ കഥകൾ കേൾക്കാറില്ല, താല്പര്യമില്ല. കുശുമ്പ് കുഞ്ഞായ്മ പരിപാടികൾ, അല്ലെങ്കിൽ ഒരാളുടെ രഹസ്യം അന്വേഷിക്കാൻ പോവാ, എന്ത് കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ ടൈമും പോവും, നമ്മുടെ മൈൻഡും പോവും. നമ്മൾ എല്ലാവരും നന്നായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ലോകം അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആർക്കും മോശം വരാതിരിക്കുക, എല്ലാവരും നന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ നന്നായിരിക്കട്ടെ, അല്ലേ? അതെ, നല്ല കാര്യമാണ്. അപ്പൊ ഇതേപോലെ പോസിറ്റീവായിട്ട് തന്നെ ലൈഫിൽ മുന്നോട്ട് കൂടുതൽ സിനിമകളും കൂടുതൽ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് നമ്മൾ എന്താ പതിവ് പോലെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓഗസ്റ്റ് 21 ആണ് റിലീസ്. ദി കേസ് ഡയറി. 2 വ്യത്യസ്തമായ കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല ആക്ഷൻ സീക്വൻസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, സോങ് ഉണ്ട്. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, വേറെ ഒന്നും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഒരുപാട് സന്തോഷം ചേട്ടാ. താങ്ക് യു.